ഹായ് മക്കളെ, മുകളിലെ ചിത്രം നോക്കിയിട്ട് ഇത് കരക്കാറ്റിനെയാണോ കടൽക്കാറ്റിനെയാണോ സൂചിപ്പിക്കുന്നത് എന്നൊന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പഠിച്ചാലോ. അപ്പൊ അതിന് മുന്നോടിയായിട്ട് നമുക്ക് ഈ ഒരു ചിത്രം നടക്കുന്നത് പകൽ സമയത്താണോ രാത്രി സമയത്താണോ സൂചിപ്പിക്കുന്നതെന്ന് ആദ്യം അറിയണം. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് മൂണിനെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് എപ്പോഴാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? രാത്രി അല്ലെങ്കിൽ നൈറ്റ് ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടെ കാറ്റിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് എവിടെ നിന്ന് എങ്ങോട്ടാണ്? ഇവിടെ നിന്നും ഇങ്ങോട്ടേക്കാണ്. അതായത് ഈ ഒരു ഭാഗം സൂചിപ്പിക്കുന്നത് ലാൻഡാണ്, ഈ ഒരു ഭാഗം സൂചിപ്പിക്കുന്നത് കടലാണ്. അപ്പം കരയിൽ നിന്നും കടലിലേക്ക് വീശുന്ന കാറ്റായതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ എന്ത് വിളിക്കുന്നുണ്ട്? ലാൻഡ് ബ്രീസ് അല്ലെങ്കിൽ കരക്കാറ്റ് എന്ന് നമ്മൾ വിളിക്കുന്നു. അപ്പൊ കരക്കാറ്റ് നടക്കുന്നത് എപ്പോഴും നൈറ്റ് ആണ് എന്ന് മക്കൾ നോട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു ഫിഗർ നോക്കിക്കേ, ഇവിടെ എന്താണ് സൂചിപ്പിക്കുന്നത്? ഡേ ആണോ അല്ലെങ്കിൽ നൈറ്റ് ആണോ? നമ്മുടെ സൂര്യൻ ഇവിടെ ഇങ്ങനെ ഉദിച്ചു നിൽക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും ഇത് ഡേ ടൈമിൽ നടക്കുന്ന ഒരു പ്രതിഭാസമാണ്. ഇവിടുത്തെ കാറ്റിന്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നും ഇങ്ങോട്ടേക്കാണ്. അതായത് ഈ ഒരു ഭാഗം സൂചിപ്പിക്കുന്നത് കടലാണ്, ഈ ഒരു ഭാഗം സൂചിപ്പിക്കുന്നത് ലാൻഡ് ആണ്. അപ്പൊ കടലിൽ നിന്നും കരയിലേക്കുള്ള കാറ്റായതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ എന്ത് വിളിക്കുന്നു? സീ ബ്രീസ് എന്ന് വിളിക്കുന്നു, അല്ലെങ്കിൽ കടൽക്കാറ്റ് എന്ന് വിളിക്കുന്നു. അപ്പൊ ഏത് താപപ്രേഷണ രീതിയാണ് കടൽക്കാറ്റിനും കരക്കാറ്റിനും കാരണം എന്നും കൂടി നിങ്ങൾ ഓർത്തിരിക്കുക. കൺവെക്ഷൻ അല്ലെങ്കിൽ സംവഹനമാണ്. അതായത് ചൂട് പിടിച്ച വായു മുകളിലേക്ക് പൊങ്ങുകയും ആ ഒരു സ്ഥലത്തോട്ട് താരതമ്യേന ചൂട് കുറവായിട്ടുള്ള വായു പ്രവഹിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് ഈ പറയുന്ന രീതിയിൽ കടൽക്കാറ്റും അതുപോലെ തന്നെ കരക്കാറ്റും ഉണ്ടാവുന്നത്.